നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഇവിടെ സംസാരിക്കുന്ന വിഷയം മൂലം നക്ഷത്രത്തെ കുറിച്ചാണ്. മൂലം നക്ഷത്രക്കാരുടെ ഒരു തിരുവോണ വർഷഫലം എന്ന് പറയാം. അതായത് കൊല്ലവർഷം 1202 ആണ്ട്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 2026 ഓഗസ്റ്റ് 17 മുതൽ 2027 ഓഗസ്റ്റ് 16 വരെയുള്ള സമഗ്രമായിട്ടുള്ള ഒരു തിരുവോണ വർഷഫലം അല്ലെങ്കിൽ ഒരു മലയാള കലണ്ടർ അടിസ്ഥാനമാക്കിയുള്ള ഫലം എന്നൊക്കെ നമുക്ക് പറയാവുന്നതാണ്. അപ്പോൾ ഈ ഫലങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ പ്രത്യേക ഒരു അറിയിപ്പുണ്ട്. നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ 1202 ആണ്ട്, അതായത് 2026 ഓഗസ്റ്റ് 2027 ഓഗസ്റ്റ് വരെയുള്ള ഫലങ്ങളില് മൂലം നക്ഷത്രക്കാർക്ക് മാറ്റങ്ങളുടെയും മുന്നേറ്റത്തിന്റെയും ഒരു വർഷമായിട്ടാണ് കാണുന്നത്. വർഷത്തിന്റെ തുടക്കത്തില് ചില കാര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ചതുപോലെ മുന്നോട്ട് പോകാനൊക്കെ ഒരു വൈകലുകളൊക്കെ ഉണ്ട്. അത് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ ചിലപ്പോഴൊന്ന് ഒരു മന്ദത ഉണ്ടാവാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അത് വൈകുമ്പോൾ ഒരിക്കലും നിങ്ങൾ മനസ്സിന്റെ സാന്നിധ്യം കൈവിടരുത്. വർഷത്തിന്റെ മധ്യത്തോടെ നമുക്ക് ഭാഗ്യത്തിന്റെ അനുകൂലമൊക്കെ ഉണ്ടാകുന്നതാണ്. തൊഴില്, സാമ്പത്തിക, കുടുംബജീവിതം ഇവയിലൊക്കെ സ്ഥിരത കൈവരാനുള്ള ഒരു അവസരമൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ്. അത് കൃത്യമായിട്ട് വിനിയോഗിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്നതാണ്. അധ്വാനത്തിനൊക്കെ അർഹമായിട്ടുള്ള ഒരു പ്രതിഫലം ലഭിക്കുന്ന, അല്ലെങ്കിൽ മുമ്പ് ചെയ്തിരുന്ന അധ്വാനത്തിനൊക്കെ ഒരു ഫലം ലഭിക്കുന്ന ഒരു വർഷമാണ്. നമ്മളുടെ മൂലം നക്ഷത്രത്തിന്റെ ഗ്രഹസഞ്ചാരങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു ഫലമായിട്ടാണ് നമുക്കിത് പറയാൻ കഴിയുന്നത്. ആദ്യമായിട്ട് നമുക്ക് ഓരോ ഭാഗങ്ങളായിട്ട് എടുത്ത് നമുക്ക് ഇതിനെ ഒന്ന് പരിശോധിക്കാവുന്നതാണ്. ആദ്യമായിട്ട് നമ്മുടെ തൊഴിലും അല്ലെങ്കിൽ ബിസിനസ്സും ഒക്കെ ആയിട്ട് നമ്മൾ ഇതിനെ നോക്കുകയാണെങ്കിൽ ഈ വർഷം തൊഴിലില് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ തൊഴിൽ ചെയ്യുന്നവരാണെങ്കിൽ ജോലിയിലൊക്കെ പുതിയ ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. പുതിയ പുതിയ മേഖലകളിലൊക്കെ നിങ്ങൾ ജോലി എടുക്കാൻ കാണുന്നുണ്ട്. സ്ഥാനക്കയറ്റമൊക്കെ ലഭിക്കുന്ന ഒരു വർഷമാണ്. പുതിയ ജോലിയൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ശമ്പള വർധനമൊക്കെ ഉണ്ടാവുന്ന ഒരു സമയമാണ്. ഇതെല്ലാം വർഷത്തിന്റെ ഒരു പകുതി കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ലഭിച്ചു തുടങ്ങുന്നതാണ്. ബിസിനസ്സുകാർക്ക് പുതിയ പുതിയ ഉപഭോക്താക്കളൊക്കെ വന്നു ചേരുന്നതാണ്. പുതിയ വരുമാന മാർഗങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഒന്നിലധികം ബിസിനസ്സുകളൊക്കെ തുടങ്ങാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുന്നതാണ്. നിങ്ങൾ ഈ ബിസിനസ്സുകാരെ ഈ വർഷം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പങ്കാളിത്ത ബിസിനസ്സുകളിൽ കരാറുകൾ എടുക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെ ആ കരാറുകൾ എന്താണെന്ന് വായിച്ച് ഉറപ്പിച്ചതിന് ശേഷം മാത്രം തീരുമാനം എടുക്കേണ്ടതാണ്. ഇനിയും ഈ മൂലം നക്ഷത്രക്കാരുടെ സാമ്പത്തിക സ്ഥിതിയിലേക്ക് കിടക്കുകയാണെങ്കിൽ വർഷത്തിന്റെ തുടക്കത്തില് ചിലവുകളൊക്കെ ഒരു പരിധിയിൽ കൂടുതൽ കൂടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. എന്നാൽ വർഷത്തിന്റെ ഒരു പകുതിയോടെ വരുമാനം വർദ്ധിക്കുന്നതാണ്. അതോടെ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കുറയുന്നതാണ്. പഴയ കടബാധ്യതകളൊക്കെ കുറയ്ക്കുവാനും അത് മുഴുവനായി തീർക്കുവാനും ഒക്കെയുള്ള ഒരു അവസരം ലഭിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഭൂമിയെ, വാഹനം, വീട് ഇവയൊക്കെ വാങ്ങുവാനൊക്കെ നിങ്ങൾക്ക് സാഹചര്യം ഉണ്ടാവുന്നതാണ്. നിങ്ങൾക്ക് സ്ഥിരമായിട്ടൊരു സ്വത്തൊക്കെ ഉണ്ടാവുന്നതാണ്. അതായത് ഈ ഭൂമി, വാഹനം, വീട് എന്നൊക്കെ പറയുന്നത് സ്ഥിരമായിട്ടുള്ള ഒരു സ്വത്താണ്. അതൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്ന ഒരു സമയമായിട്ട് തന്നെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഈ വർഷം നിങ്ങൾ ഒരുപാട് റിസ്ക് എടുത്തുള്ള നിക്ഷേപങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അതിൽ അധികം നിങ്ങൾ നിക്ഷേപങ്ങൾ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. കൂടുതൽ നിങ്ങൾ വസ്തുക്കളൊക്കെ വാങ്ങിച്ചിടുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഗോൾഡിലൊക്കെ പണം ഇറക്കുന്നതായിരിക്കും നല്ലത്. ഷെയർ ബിസിനസ് അതുപോലുള്ള ബിസിനസ്സുകളൊക്കെ ചെയ്യാതിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഊഹക്കച്ചവടങ്ങൾ അല്ലെങ്കിൽ ഒരു ഉറപ്പുമില്ലാത്ത കാര്യങ്ങളിൽ ചെന്ന് തലയിടാതിരിക്കുക. ഭാഗ്യം അത്ര കണ്ട് നിങ്ങൾക്ക് ഈ വർഷം കനിയുന്നില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ ദാമ്പത്യ ജീവിതം അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ എന്തൊക്കെയാണ് ഈ വർഷം ഉണ്ടാകുന്ന മാറ്റങ്ങളെന്ന് നമുക്കൊന്ന് നോക്കാവുന്നതാണ്. വിവാഹം ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ല ആലോചനകളൊക്കെ വരുവാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടാവുന്നുണ്ട്. പ്രത്യേകിച്ച് നിങ്ങളുടെ ഈ വർഷത്തിന്റെ മധ്യത്തിൽ, അതായത് കൊല്ലവർഷ മധ്യത്തിലൊക്കെ അത് വരാനുള്ള സാധ്യതയുണ്ട്. മധ്യം മുതൽ അവസാനം വരെയും ഇങ്ങനെയുള്ള വിവാഹാലോചനകൾ വരികയും അത് നടക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സമയമാണ്. ദാമ്പത്യ ജീവിതത്തിലൊക്കെ ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. എന്നാലും പരസ്പരമായിട്ടുള്ള ഒരു ധാരണയൊക്കെ നിലനിർത്തി പോകുന്നതാണ്. പ്രശ്നങ്ങളൊക്കെ വേഗം പരിഹരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്.
വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് തുടക്കത്തിലൊക്കെ ഏകാഗ്രത കുറയാനുള്ള ഒരു സാധ്യതയൊക്കെ കാണുന്നുണ്ട്. എന്നാൽ ക്രമമായിട്ടുള്ള ഒരു പഠന പദ്ധതിയൊക്കെ തുടർന്നു കഴിഞ്ഞാൽ എല്ലാ മത്സര പരീക്ഷകളിലൊക്കെ വിജയിക്കുന്ന ഒരു സാഹചര്യമൊക്കെ കാണുന്നുണ്ട്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്കൊക്കെ അത് നേടാൻ കഴിയുന്നതാണ്. അനുകൂലമായിട്ടുള്ള വാർത്തകളൊക്കെ ലഭിക്കാവുന്നതാണ്. അതുപോലെ തന്നെ സർക്കാർ ഉദ്യോഗമൊക്കെ വാങ്ങുവാനായിട്ട് പഠിക്കുന്നവർക്ക് അതിന് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. വിദ്യാഭ്യാസപരമായിട്ട് സമ്മിശ്രമായിട്ടുള്ള ഫലമാണെങ്കിലും പരിശ്രമിച്ചാൽ നേടാവുന്ന ഒരു രീതിയിലേക്കാണ് നിങ്ങളുടെ ഫലം കാണുന്നത്. ആരോഗ്യപരമായിട്ട് പൊതുവെ ആരോഗ്യം സംതൃപ്തികരമായിട്ടാണ് കാണുന്നത്. എന്നാൽ ദഹന സംബന്ധമായിട്ടുള്ള അസ്വസ്ഥതകളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. നടുവേദനയും ഉറക്കക്കുറവും ഒക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. നിങ്ങളുടെ ഭക്ഷണക്രമവും വ്യായാമവും ഒക്കെ ഒന്ന് ചിട്ടപ്പെടുത്തുന്നത് വളരെ നല്ലതായിരിക്കും. നിങ്ങളുടെ കുടുംബജീവിതം എടുക്കുകയാണെങ്കിൽ കുടുംബജീവിതത്തിൽ കൂടുതൽ സന്തോഷകരമായിട്ടുള്ള ചടങ്ങുകളൊക്കെ നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഭവന പ്രവേശന കർമ്മമൊക്കെ നടക്കുന്നുണ്ട്, വിവാഹം നടക്കുന്നുണ്ട്. അങ്ങനെ കുടുംബജീവിതം കൂടുതൽ സന്തോഷകരമാകുന്നുണ്ട്. ബന്ധുക്കളുമായിട്ടുള്ള പഴയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ അവസാനിക്കുന്നുണ്ട്. മാതാപിതാക്കളുടെ ആരോഗ്യത്തില് കൂടുതൽ ശ്രദ്ധ നൽകുന്നതൊക്കെ വളരെ നല്ലതായിട്ട് കാണുന്നുണ്ട്. അവരുടെയൊക്കെ ആരോഗ്യം ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. നിങ്ങൾക്ക് സന്താനങ്ങളെ കൊണ്ടുള്ള ഭാഗ്യം നോക്കുമ്പോൾ സന്താനങ്ങളുടെ വിദ്യാഭ്യാസത്തിലും തൊഴിൽ രംഗത്തിലുമൊക്കെ പുരോഗതി ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ സന്താന ലാഭത്തിനുള്ള സാധ്യതയും കാണുന്നുണ്ട്. സന്താനമില്ലാത്തവർക്ക് സന്താനമൊക്കെ ഉണ്ടാകാൻ പറ്റിയൊരു വർഷമാണ്. ഈ വർഷത്തെ യാത്രകളെ കുറിച്ച് പറയുകയാണെങ്കിൽ തീർത്ഥയാത്രകൾക്കും ദീർഘദൂര യാത്രകൾക്കുമൊക്കെ അവസരം ലഭിക്കുന്ന ഒരു സമയമാണ്. തൊഴിൽ ആവശ്യമായിട്ടുള്ള യാത്രകളെല്ലാം തന്നെ ഗുണകരമായിട്ട് മാറുന്നതാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് എടുത്തു ചാടിയുള്ള തീരുമാനങ്ങൾ ഒഴിവാക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഈ മൂലം നക്ഷത്രക്കാര് പരിചയമില്ലാത്തവരുടെ സാമ്പത്തിക വാഗ്ദാനങ്ങളിലൊക്കെ വിശ്വസിക്കാതിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം. നിയമപരമായ കാര്യങ്ങളെ രേഖകളൊക്കെ നന്നായിട്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്നതാണ്. കോപവും വാശിയും ഒക്കെ നിയന്ത്രിക്കുന്നത് വലിയ നേട്ടങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ ഈ വർഷം പൂജിക്കേണ്ട ദേവതകള് ഹിന്ദു മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ദേവതകളെയാണ് നമ്മളിവിടെ പറയുന്നത്. ശ്രീ മഹാഗണപതിയെ പൂജിക്കുന്നതും ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയെ പൂജിക്കുന്നതും ഭദ്രകാളി ദേവിയെ പൂജിക്കുന്നതും മഹാദേവനെ പൂജിക്കുന്നതും ഒക്കെ വളരെ നന്നായിരിക്കുന്നതാണ്. നിങ്ങൾ തിങ്കളാഴ്ച ദിവസം ശിവക്ഷേത്ര ദർശനവും ചൊവ്വാഴ്ച ദിവസം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനവും ശനിയാഴ്ച ദിവസം എള്ളെണ്ണ വിളക്ക് തെളിയിക്കുന്നതും വളരെ നന്നായിരിക്കും. നിങ്ങൾക്ക് കഴിയുന്ന ദിവസങ്ങളിലൊക്കെ പോവുക എന്നുള്ളതാണ്. എല്ലാ ആഴ്ചയിലും പോകണമെന്ന് നമ്മൾ പറയുന്നില്ല. കഴിയുന്ന തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ഒക്കെ പോകുന്നത് വളരെ നല്ലതായിരിക്കും. നിങ്ങൾ ഈ വർഷം ഏറ്റവും കൂടുതൽ മഞ്ഞ, ഇളം ചുവപ്പ്, ഇളം പച്ച നിറങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഭാഗ്യ നമ്പറുകൾ ഈ വർഷം വന്നിരിക്കുന്നത് 3, 5, 7, 9 എന്നിവയാണ്. അനുകൂലമായിട്ടുള്ള ദിവസങ്ങൾ നിങ്ങൾക്ക് തിങ്കൾ, വ്യാഴം, ഞായർ എന്നിവയാണ്. ഇതെല്ലാം നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. നിങ്ങൾക്ക് ഏറ്റവും മികച്ച മാസങ്ങൾ കൊല്ലവർഷത്തില് ധനുമാസം ഏറ്റവും മികച്ചതായിട്ട് കാണുന്നുണ്ട്. അതായത് ഡിസംബർ, ജനുവരി മാസം. അതുപോലെ തന്നെ മകരമാസവും, അതായത് ജനുവരി, ഫെബ്രുവരി മാസം. അടുത്തത് ഇടവ മാസമാണ്. അത് വരുന്നത് മെയ്, ജൂൺ മാസത്തിലാണ്. അതുപോലെ തന്നെ മിഥുനമാസം വരുന്നത് ജൂൺ, ജൂലൈ മാസത്തിലാണ്. ഈ മാസങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെ നല്ലൊരു മാസമായിട്ടാണ് കാണുന്നത്. കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള മാസങ്ങൾ എന്ന് പറയുന്നത് ചിങ്ങമാസം, തുലാമാസം, കർക്കിടക മാസം. അതായത് ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ജൂലൈ, ഓഗസ്റ്റ്. ഈ മാസങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാവുന്നതാണ്. ഇത് നമ്മൾ മൂലം നക്ഷത്രത്തിന്റെ മൊത്തത്തിലുള്ളൊരു വിലയിരുത്തൽ നോക്കുകയാണെങ്കിൽ 1202 ആണ്ട് കൊല്ലവർഷം മൂലം നക്ഷത്രക്കാർക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഫലം തന്നെയാണ്. അധ്വാനത്തിന്റെ ഫലമൊക്കെ ലഭിക്കുന്നുണ്ട്. സാമ്പത്തിക നില മെച്ചപ്പെടുന്നുണ്ട്. കുടുംബത്തില് സ്ഥിരത വർദ്ധിക്കുന്നതാണ്. ക്ഷമയോടെ ആലോചിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ വർഷാവസാനത്തോടെ നിങ്ങൾ വളരെയധികം നേട്ടത്തിലേക്കൊക്കെ പോകുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ മൂലം നക്ഷത്രക്കാര് രക്ഷപ്പെടുന്നതാണ്. അങ്ങനെയാണ് ഫലത്തിൽ കാണുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.